ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുമായുള്ള ആത്മബന്ധം വെളിപ്പെടുത്തി സെയിൽസ് ഫോഴ്സ് സിഇഒ മാർക്ക് ബെനിയോഫ്. തന്റെ ഗുരുവായ അമ്മയുടെ ഉപദേശമാണ് സെയിൽസ് ഫോഴ്സിന്റെ പിറവിക്ക് കാരണമായതെന്ന് അദ്ദേഹം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ലോക പ്രശസ്ത കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് സെയിൽസ് ഫോഴ്സ്. നിലവിൽ 24,800 കോടി ഡോളറിന്റെ മൂല്യമുണ്ട് മാർക്കിന്റെ കമ്പനിക്ക്. സെയിൽസ് ഫോഴ്സ് എന്ന ആശയം 1996-97 കാലത്ത് ഭാരതത്തിൽ നടത്തിയ യാത്രയിലായിരുന്നു മനസ്സിൽ രൂപപ്പെട്ടതെന്ന് മാർക്ക് ബെനിയോഫ് പറയുന്നു. ഗുരുവായ മാതാ അമൃതാനന്ദമയി ദേവിയെ കാണുകയായിരുന്നു യാത്രയുടെ ലക്ഷ്യം. ആധുനിക സാങ്കേതിക വിദ്യ സംയോജിപ്പിച്ചുകൊണ്ടുള്ള തന്റെ ബിസിനസ് മോഡലിനെ കുറിച്ച് അമ്മയുമായി ദീർഘനേരം സംസാരിച്ചു. ലോകത്തെ തന്നെ മാറ്റിമറിക്കാനുള്ള അന്വേഷണത്തിൽ മോൻ ചുറ്റുമുള്ളവരെ മറക്കരുത്, ഏവരോടും ദയാപൂർവം പെരുമാറുക. അമ്മയുടെ ഈ വാക്കുകളാണ് എന്റെ ജീവിതത്തിലെ എല്ലാ നല്ല മാറ്റങ്ങൾക്കും പിറകിൽ, ബെനിയോഫ് വ്യക്തമാക്കി. അമ്മ നൽകിയ ഉപദേശത്തിന്റെയും കാഴ്ചപ്പാടിന്റെയും അടിസ്ഥാനത്തിലാണ് സെയിൽസ് ഫോഴ്സിനെ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള കമ്പനിയായി തീർക്കാൻ തീരുമാനിച്ചതെന്ന് ബെനിയോഫ് കൂട്ടിച്ചേർത്തു. മാതാ അമൃതാനന്ദമയുമായുള്ള തന്റെ ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ചും അദ്ദേഹം ഒരുപാട് പറയുന്നുണ്ട്. സാങ്കേതികവും സാമ്പത്തികവുമായ മുന്നേറ്റത്തിനൊപ്പം പതിവ് വ്യവസായ മാർഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി സെയിൽസ് ഫോഴ്സിനെ മുന്നോട്ട് നയിക്കുന്നതാണ് ബെനിയോഫിന്റെ കാഴ്ചപ്പാട്. ഇതനുസരിച്ച് കമ്പനിയുടെയും തന്റെയും വരുമാനത്തിന്റെ 1%, ജീവനക്കാരുടെ സമയത്തിന്റെ 1% സാമൂഹിക സേവനത്തിനായിട്ടാണ് ബെനിയോഫ് മാറ്റിവെക്കുന്നത്. കൂടാതെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ വിവിധ സാമൂഹിക പദ്ധതികളും സെയിൽസ് ഫോഴ്സ് നടപ്പാക്കി വരുന്നുണ്ട്. മാതാ അമൃതാനന്ദമയി തന്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് സെയിൽസ് ഫോഴ്സ് സിഇഒ മുൻപും സംസാരിച്ചിട്ടുണ്ട്. 2020 UK സൺഡേ മെയിലിന് നൽകിയ അഭിമുഖത്തിലും അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയിരുന്നു.